ജോർജ് കുര്യൻ ആരാണ് വിജയ് മല്യയെ രാജ്യം വിട്ട് രക്ഷപ്പെടാൻ അനുവദിച്ചത്? വിജയ് മല്യ രാജ്യം വിട്ടുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തെ തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കുകളുടെ കൺസോർഷ്യം DRTയിലും അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയിലും പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കണ്ടുകെട്ടണമെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹൈക്കോടതിയോ അതുപോലെ തന്നെ DRTയോ അത് സമ്മതിച്ചില്ല. അത് അതിനൊരു പ്രധാന കാരണം അദ്ദേഹം MP ആണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമത്തിൻ്റെ വഴിയിലൂടെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കോടതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ കൺസോർഷ്യം നീങ്ങിയതാണ്. അദ്ദേഹം അപ്പോഴത്തേക്കും രാജ്യം വിട്ടുപോയി. അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറാണ്, മാത്രമല്ല ബിസിനസ്സുകാരനാണ്, തുടർച്ചയായിട്ട് യാത്ര ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹം രാജ്യം വിട്ടു പോയിരിക്കുന്നു. അതിന് ആരുടെയെങ്കിലും പ്രത്യേക സഹായത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറായതുകൊണ്ട് എല്ലാവിധ പരിരക്ഷയും അദ്ദേഹത്തിനുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, അതാണ് അദ്ദേഹം. വിജയ് മല്യയുടെ കേസ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇദ്ദേഹം ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടല്ല ഇത്തരത്തിൽ രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കേസും പശ്ചാത്തലവുമൊക്കെ ഇതൊക്കെ അറിയാവുന്നവർ സർക്കാരാണ്, സർക്കാരുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യത്തിൽ ഒരു വീഴ്ച കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? CBIയുടെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കപ്പെട്ട ആളാണ് വിജയ് മല്യ. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പോലും പിടിച്ചെടുക്കാനാകാത്തവണ്ണം അതിനുവേണ്ടി ഒരു നടപടി പോലും എടുക്കാതെ അദ്ദേഹം രാജ്യം വിട്ടു പോയതിന് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവാദിത്തം കാണുന്നുണ്ടോ? അതായത് നിയമമൊന്നും പാലിക്കണ്ട, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കേണ്ട, വിജയ് മല്യയെ അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള വാദമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിജയ് മല്യ ഇതിൽ കൂടുതൽ രക്ഷപ്പെടും. കാരണം പ്രൊസീജിയറുകൾ പൂർത്തിയാക്കണം. ബാങ്കുകൾ അതിൻ്റേതായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് പടിപടിയായിട്ട് അവർ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. ആ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന അവസരത്തിലാണ് വിജയ് മല്യ ഇവിടെ നിന്ന് രാജ്യം വിട്ടു പോകുന്നത്. അപ്പോൾ അതിനെ എല്ലാ നടപടികളും നിയമം നോക്കി നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഇടയിൽ വിജയ് മല്യയ്ക്ക് മറ്റൊരു കേസിലൂടെ കിട്ടാനുണ്ടായിരുന്ന കുറേ കോടികൾ കൂടി അദ്ദേഹത്തിന് കൈക്കൽ കിട്ടി. കോടതി പോലും അതിനകത്ത് ഇടപെട്ട് പിടിക്കാൻ പറ്റുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് രാജ്യം വിട്ട് പോകാൻ സാധിച്ചു. ആ കോടികളുമായി തന്നെ മുങ്ങാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇനി എന്താണ്, നിങ്ങൾ ഈ നിയമത്തിൻ്റെ നടപടികളൊക്കെ നോക്കി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? വിജയ് മല്യ അക്കരയ്ക്ക് കടന്നല്ലോ. തീർച്ചയായിട്ടും വിജയ് മല്യയെ ഇന്ത്യയിൽ എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ പണം അദ്ദേഹത്തിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികളും സ്വീകരിക്കും. അത് സർക്കാർ വളരെ വ്യക്തമായിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യമാണ്. ആ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പ്രൊഫസർ KV തോമസ്, ഈ കാര്യങ്ങളായിരിക്കുമല്ലോ ഇന്ന് അരുൺ ജെയ്റ്റ്ലി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാകുക. നിങ്ങൾക്കിതിൽ എവിടെയാണ് തൃപ്തിക്കുറവുള്ളത്? ഇത് കേട്ടു നിൽക്കാനാകാതെ പാർലമെൻറ്റ് ബഹിഷ്കരിച്ചത്. 8 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയർമാനായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ചെയർമാന്മാരെയും മാനേജിംഗ് ഡയറക്ടറെയും അതിനുശേഷം റിസർവ് ബാങ്കിൻ്റെ ഗവർണറെയും പാർലമെൻറ്റിൽ വിളിക്കുകയുണ്ടായി. ഞങ്ങളത് ഉന്നയിക്കാൻ കാരണം, ഇവരെ വിളിക്കാൻ കാരണം 4 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ കിട്ടാക്കടമാണ് ഈ രാജ്യത്ത് ദേശീയ ബാങ്കുകൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇത് പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കേണ്ട ബാധ്യത റിസർവ് ബാങ്കിനുണ്ട്, ബാങ്കുകൾക്കുണ്ട്. പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രിക്കുണ്ട്. ഫൈനാൻസ് മിനിസ്ട്രിയുടെ ഡയറക്ടർമാരാണ് ഈ ബാങ്കുകളിലെല്ലാം ഉള്ളത്. വിജയ് മല്യയെ സംബന്ധിച്ചിടത്തോളം വിജയ് മല്യ 9,000 കോടി രൂപ കൊടുക്കാനുണ്ട്. അത് കിട്ടാക്കടമായി കിടക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് അത് പിരിച്ചെടുക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് ബാങ്കുകളുടെ ചെയർമാന്മാർ തന്നെ ഞങ്ങളോട് പറഞ്ഞത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 28-ാം തീയതി വളരെ സീനിയറായ അഭിഭാഷകർ
ദേശസൽകൃത ബാങ്കുകൾക്ക് ഉപദേശം കൊടുത്തത് നടപടിയെടുക്കണം. പക്ഷേ നടപടി ഒന്നും എടുത്തില്ല. മാത്രമല്ല, അദ്ദേഹം ഒരു രാജ്യസഭാ അംഗമാണെന്നുള്ളതുകൊണ്ട് സാമ്പത്തിക കുറ്റവാളിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഈ ചർച്ച നടക്കുമ്പോഴും ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ നടപടിയെടുക്കും എന്ന് അസന്നിഗ്ധമായി പറയാൻ പ്രധാനമന്ത്രിക്കോ ധനകാര്യമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കൂടി ഒത്താശയുണ്ട് എന്ന ഒരു വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ അതിനാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. മാത്രമല്ല, ഇതൊരു കേസ് മാത്രമല്ല, ഇങ്ങനത്തെ 4 ലക്ഷത്തിൽ പരം കോടി രൂപയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഹൗസസിൽ നിന്നും കിട്ടാനുള്ളത്. അത് പിടിച്ചെടുക്കേണ്ട ബാധ്യത ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിലുള്ളത്. മുൻ UPA ഗവൺമെൻറ് കൊടുത്തു എന്നതിനപ്പുറത്ത് ഇപ്പോൾ ഇത് 2 വർഷമായി ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ കിട്ടാക്കടം പിടിച്ചെടുക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുക. തീർച്ചയായിട്ടും അതിന് BJP മറുപടി പറയുക തന്നെ വേണം. പക്ഷേ പ്രൊഫസർ KV തോമസ്, ഈ വിജയ് മല്യയ്ക്ക് ഇത്രയും കോടികൾ ഇപ്പോൾ വീണ്ടും തിരിച്ച് തരാൻ പറ്റാത്തവണ്ണം വീണ്ടും കടം കൊടുത്തത് പഴയ UPA സർക്കാരിൻ്റെ കാലത്താണ് എന്നാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായ കാര്യമല്ലേ? ഈ വിജയ് മല്യയ്ക്ക് ഇതിനുള്ള തിരിച്ചടവിനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് ബാങ്കുകളുടെ കൺസോർഷ്യത്തിന് പോലും അറിയാമെന്നിരിക്കെ വീണ്ടും എന്തുകൊണ്ട് ആ ലോണുകൾ കൊടുക്കാനിടയായി എന്നുള്ളതിന് നിങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരുന്നതല്ലേ? ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളുടെ ബാങ്കുകളുടെ ചെയർമാൻമാരുടെ മുമ്പിലും റിസർവ് ബാങ്കിൻ്റെ ഗവർണറുടെ മുമ്പിലും ചോദിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തു? ഇപ്പോൾ സാധാരണക്കാരായ ഒരാൾ ഒരു വീട് വെക്കണമെങ്കിൽ എല്ലാവിധ ഗ്യാരണ്ടിയും വേണം. ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കണം. അവസാനം അടക്കാതിരുന്ന ഉപ്പ് ചിരട്ടവരെ പിടിച്ചുകൊണ്ട് പോകും. ഇവരുടെ കേസിൽ അതല്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അന്ന് വന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, പല ബാങ്കുകളുടെയും ചെയർമാൻമാർ പറഞ്ഞത് ഞങ്ങൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾക്കാണ്. ഉദാഹരണം, മല്ലയെ സംബന്ധിച്ചിടത്തോളം വിമാന കമ്പനി തുടങ്ങി. ആ പ്രോജക്റ്റുകളാണ് ഇവരുടെ ഗ്യാരണ്ടി. ഇതാണെന്ന് അവർ ഞങ്ങൾ ഒരു നൽകിയ മറുപടി. ഞങ്ങളതുകൊണ്ട് തൃപ്തരായിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, ദേശീയപാതകളുടെ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് ഒത്തിരി പൈസ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറഞ്ഞത് ഈ കമ്പനികളെ നശിപ്പിക്കുന്നത് ബാങ്കുകളുടെ ഉദാരമായ സമീപനമാണ്. ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കാരണം കടം കൊടുക്കുന്നവർ തന്നെയാണ് പിന്നെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ അധികാരത്തിലുള്ള ഗവൺമെൻറ്റാണ് ശ്രമിക്കേണ്ടത്. മുൻ ഗവൺമെൻറ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല. മുൻ ഗവൺമെൻറ് കാലത്ത് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ശ്രീ MP രാജേഷ്, താങ്കൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ സഭയിൽ സർക്കാരിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ്. താങ്കളും ഇത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകാം. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വിജയ് മല്യയെ രക്ഷപ്പെട്ടു പോകുന്നതിനിടയാക്കിയ ഒരു പ്രശ്നം തന്നെയാണോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ചർച്ച ചെയ്യേണ്ടത്? അത് ഈ സർക്കാരിൻ്റെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ലാപ്സായി തന്നെയാണോ കണക്കാക്കേണ്ടത്? ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു വീഴ്ചയായിട്ട് കണക്കാക്കിയാൽ പോരാ. വിജയ് മല്യയെ സുരക്ഷിതമായി വിദേശത്തേക്ക് കടത്താൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ്. ഇത് ഞാൻ രാഷ്ട്രീയമായൊരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നതല്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇവിടെ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതെല്ലാം തെറ്റായിട്ടുള്ള, വസ്തുതയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ദുഷ്യന്ത് ദാവെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. SBI ഉൾപ്പെടെയുള്ള ബാങ്കുകളുടെ കൺസോർഷ്യം ദുഷ്യന്ത് ദാവയോടാണ് ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചത്, നിയമോപദേശം ചോദിച്ചത്. അപ്പോൾ ദുഷ്യന്ത് ദാവയോട് നിയമോപദേശം ചോദിക്കുന്നത് ഫെബ്രുവരി 28-നാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ നിയമോപദേശം അദ്ദേഹം കൊടുത്തത് എന്താണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറിനകം നിങ്ങൾ ബാങ്കുകൾ കോടതിയെ സമീപിക്കണം. മാത്രമല്ല, വിജയ് മല്യയുടെ പാസ്പോർട്ട് സീസ് ചെയ്യാൻ വേണ്ടി, പാസ്പോർട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ കൊടുക്കണം, കോടതിയിൽ അർജി കൊടുക്കണം എന്നാണ് ദുഷ്യന്ത് ദാവയുടെ നിയമോപദേശം. കാരണം രാജ്യം വിട്ടു പോകാനിടയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. രാജ്യം വിട്ട് പോകുന്ന അബദ്ധത്തിൽ പോകുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ ആസ്തികളുടെ വലിയൊരു ഭാഗം വിദേശത്താണുള്ളത്. അപ്പോൾ വിദേശത്തേക്ക് ഈ ആസ്തികൾ നേരത്തെ തന്നെ വിദേശത്തെ ആസ്തികൾ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം ആവശ്യം വന്നാൽ രാജ്യം വിട്ടു പോകാമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് ദുഷ്യന്ത് ദാവെ, ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അഭിഭാഷകൻ, ബാങ്കുകൾ കൊടുത്ത നിയമോപദേശം 24 മണിക്കൂറിനകം ബാങ്കിനെ സമീപിക്കണം എന്നാണ്. 28-ന് നിയമോപദേശം കൊടുത്തു. ബാങ്കുകൾ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരാം എന്ന്, താങ്കളെ വീണ്ടും സമീപിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് മാർച്ച് 5-ാം തീയതിയാണ് കോടതിയെ സമീപിക്കുന്നത്.
എന്തുകൊണ്ട് 28-ാം തീയതി 24 മണിക്കൂറിനകം കോടതിയെ സമീപിക്കണം എന്ന നിയമോപദേശം അവഗണിച്ചു? ദുഷ്യന്ത് ദാവെ തന്നെ പറഞ്ഞതാണ്, എന്റെ നിയമോപദേശം ബാങ്കുകൾ അവഗണിച്ചു എന്ന് മാത്രമല്ല, ഇത് വളരെ അസാധാരണവും വിചിത്രവുമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. 5-ാം തീയതിയാണ് കേസിന് പോകുന്നത്. 2-ാം തീയതി വിജയ് മല്യ നാടുവിട്ടിരിക്കുന്നു. അപ്പൊ വിജയ് മല്യയ്ക്ക് നാടുവിടാൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് നാടുവിട്ടു എന്ന് ഉറപ്പായ ശേഷമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കോടതിയെ സമീപിച്ചത്. ആരാണ് ബാങ്കുകളോട് 24 മണിക്കൂറിനകം കോടതിയെ സമീപിക്കരുത് എന്ന നിർദ്ദേശം കൊടുത്തത്? 5-ാം തീയതി വരെ കാത്തിരിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ആരാണ്? ഉന്നത തലത്തിലുള്ള രാഷ്ട്രീയ നിർദ്ദേശമില്ലാതെ ബാങ്കിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഈ നിയമോപദേശം മറികടക്കാൻ പറ്റുമോ? ബാങ്കുകൾ പോയി ചോദിച്ചതാണ് നിയമോപദേശം. ആ നിയമോപദേശം അവർ തന്നെ ലംഘിക്കുന്നു, മറികടക്കുന്നു. ആരുടെ നിർദ്ദേശപ്രകാരം? വളരെ വ്യക്തമല്ലേ? ഇന്ന് അരുൺ ജെയ്റ്റ്ലിയുടെ മറുപടി തന്നെ എല്ലാം വ്യക്തമല്ലേ? അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രൂക്ഷമായിട്ടൊരു പദപ്രയോഗം പോലും നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ലല്ലോ. 9,000 കോടി രൂപ പൊതുമേഖലാ ബാങ്കുകളുടെ പണം അപഹരിച്ച് കൊള്ളയടിച്ച് രാജ്യം വിട്ടുപോയ രാജ്യദ്രോഹി. ഇപ്പൊ രാജ്യസ്നേഹത്തെക്കുറിച്ചാണല്ലോ ചർച്ച. വിജയ് മല്യയെ സഹായിക്കുന്ന നരേന്ദ്രമോദി സർക്കാരും രാജ്യസ്നേഹികൾ, അതിനെയൊക്കെ എതിർക്കുന്നവർ രാജ്യദ്രോഹികൾ അല്ലേ? ആരാ യഥാർത്ഥ രാജ്യദ്രോഹി? 9,000 കോടി രൂപ ഈ രാജ്യത്തെ കൊള്ളയടിച്ച ആളുകളും അവരെ സഹായിക്കുന്നവരുമല്ലേ രാജ്യദ്രോഹികൾ? സർക്കാർ അറിയാതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യൂണിവേഴ്സിറ്റിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികളുടെ മേൽ പോലും ഇന്റലിജൻസ് ബ്യൂറോയുടെയും അതുപോലുള്ള ഏജൻസികളുടെയും ചാരക്കണ്ണുകളുണ്ട്. കനയ്യകുമാർ എങ്ങോട്ടൊക്കെയാണ് നീങ്ങുന്നത് എന്ന് കൃത്യമായിട്ടുള്ള വിവരം ഇന്റലിജൻസ് ഏജൻസികൾക്കുണ്ട്. ഇവിടെ വിൽഫുൾ ഡിഫോൾട്ടറായി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ആളാണ്. വിൽഫുൾ ഡിഫോൾട്ടറാണ് ആര്? വിജയ് മല്യ. വിൽഫുൾ ഡിഫോൾട്ടറായിട്ട് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ച വിജയ് മല്യ രാജ്യം വിട്ടു പോകുന്നത് അറിയാൻ കഴിയില്ലെങ്കിൽ പിന്നെ 56 ഇഞ്ചിന്റെ വലിപ്പവും പറഞ്ഞ് എന്തിനാണ് ഈ പ്രധാനമന്ത്രിയും ഗവൺമെന്റ് ഇവിടെ ഇരിക്കുന്നത്? 56 ഇഞ്ച് നെഞ്ചളവിന്റെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളപ്പണം 100 ദിവസം കൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ 9,000 കോടി രൂപയുടെ കള്ളപ്പണവുമായിട്ട് ഒരാൾ രാജ്യം വിട്ടു പോയിരിക്കുന്നു. എന്നിട്ട് ഇവർ പറയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്നാണ്. പിന്നെ എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? ശ്രീ ജോർജ് കുര്യൻ, ഇതൊക്കെ നിങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്. രാജ്യസ്നേഹത്തിന്റെ പേരിൽ ഈ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള ഈ രാജ്യത്തിന്റെ പണമൊക്കെ ഉടനെ തിരിച്ചു കൊണ്ടുവരും എന്ന് വലിയ വീരവാദം മുഴക്കിയവരാണ് നിങ്ങൾ. ഓരോ തവണയും അത് കണ്ടോളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയല്ലേ? അല്ലെങ്കിൽ പറയേണ്ടത് ഈ ഡിലേ എങ്ങനെ വന്നു എന്നാണ്. നിയമോപദേശത്തെ മറികടന്നുകൊണ്ട് ആരാണ് ഈ 5 ദിവസം വൈകിച്ച് മാത്രം കോടതിയെ സമീപിക്കാൻ ഈ ബാങ്കുകളുടെ കൺസോർഷ്യത്തെ പ്രേരിപ്പിച്ചത് എന്നതിന് നിങ്ങൾക്ക് ഇതുവരെ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. അല്ല ലാലെ, ഞാനിത് പറയുമ്പോഴേ രാജേഷ് പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരുന്ന പോലെ പറയണം. രാജേഷിനെ രക്ഷിക്കാൻ വേണ്ടി ലാൽ ഇടപെടരുത്. 2004 മുതൽ 2009 വരെയാണ് ഈ നമ്മുടെ വിജയ് മല്യയ്ക്ക് ബാങ്കുകൾ കടം കൊടുത്തതേ. അന്ന് ഈ രാജേഷ് കൂടെ കോൺഗ്രസ്സുകാർക്ക് പിന്തുണ കൊടുക്കുമായിരുന്നു. അതായത് 2008 ജൂൺ മാസം വരെയും ഏതാണ്ട് 5,000 കോടി രൂപ വിജയ് മല്യയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് രൂപയും 2010 9,000 കോടി രൂപ 900 കോടി രൂപ IDBI കൊടുക്കുന്നത്. അത് യോഗേഷ് അഗർവാൾ എന്ന് പറയുന്ന അതിൻ്റെ CMDയെ പോയി കണ്ടിട്ടാണ് കിട്ടിയത് എന്ന് മല്ലയ്യ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2008 വരെയുള്ള 5,000 കോടി രൂപ മല്യയ്ക്ക് കൊടുക്കുമ്പം രാജേഷിൻ്റെ പാർട്ടിയും രാജേഷും ഒക്കെ ഈ മഹാനായിട്ടുള്ള വ്യക്തിയെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ KB തോമസ് സാർ പറഞ്ഞത് ഇത് MP ആയത് 2012 ഈ മല്ലയ്ക്ക് കൊടുത്ത ഈ ലോൺ MBA ആയത് 2012 അത് കഴിഞ്ഞിട്ടും കോൺഗ്രസ്സുകാരുടെ ഭരണത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് അന്ന് നടപടിയെടുത്തില്ല? അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 102 അനുസരിച്ച് ഈ MBA ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി അവർക്ക് നോട്ടീസ് കൊടുക്കാമല്ലോ. എന്തുകൊണ്ട് കൊടുത്തില്ല? BJP-ക്കാരോട് മാത്രം ചോദിക്കുന്നു. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് വിജയ് മല്യയ്ക്ക് ലോൺ കൊടുക്കുന്നു 5,000 കോടി. പാവപ്പെട്ടവനാ കേട്ടോ. ശ്രീ ജോർജ് കുര്യൻ, ഈ UPA സർക്കാർ അത് ചെയ്തില്ല. അതിന് അവർ മറുപടി പറയട്ടെ. അവരെ പിന്തുണച്ച രാജേഷിന്റെ പാർട്ടി എന്ത് ചെയ്തു എന്നുള്ളത് രാജേഷും മറുപടി പറയട്ടെ. പക്ഷേ നിങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം ഈ MP-ക്ക് ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും രാജ്യം വിടുന്നത് വരെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതിന് വേണ്ട ദിവസങ്ങളുടെ സാവകാശം നിങ്ങൾ കൊടുത്തില്ലേ? അതിനുള്ള മറുപടി നിങ്ങൾ പറയണ്ടേ? എന്തുകൊണ്ടാണ്
നിങ്ങൾ മൂലം MP ആയ, നിങ്ങൾ കൂടി കാരണം, കർണാടകത്തിലെ BJPയുടെ കൂടി പിന്തുണയോടുകൂടി MP ആയ വിജയ മല്യയ്ക്ക് ഇത്തരത്തിലുള്ള ഇളവ് നിങ്ങൾ ചെയ്തു കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ പറയണ്ടേ? എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കാം. അല്ല, ഈ ദുഷ്യന്തവെ 24 മണിക്കൂറിനുള്ളിൽ വെടിവെക്കണമെന്നാണ് പറഞ്ഞത്. അത് കേൾക്കുന്ന വക്കീലന്മാർക്കെല്ലാം മനസ്സിലാകും. 24 മണിക്കൂറിനുള്ളിൽ സുപ്രീം കോടതി ചെല്ലണം, അവിടെ നിന്ന് ഈ പാസ്പോർട്ട് കണ്ടുകെട്ടണം, ഇങ്ങേരെ അറസ്റ്റ് ചെയ്യണം. ഈ ദുഷ്യന്തവ 24 മണിക്കൂറും നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു വക്കീലാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം എവിടെ പ്രത്യക്ഷപ്പെട്ടാലും നാക്കെടുത്താലും ഈ നരേന്ദ്രമോദിയെ ചീത്ത പറയുന്ന ഒരാളാണ്. ശ്രീ ജോർജ് കുര്യൻ, അതെന്തൊരു ഉത്തരമാണ്? ഈ ബാങ്കുകളുടെ കൺസോർഷ്യം ഒരു നിയമോപദേശത്തിന് പോകുമ്പോൾ ഇദ്ദേഹം നരേന്ദ്രമോദിയുടെ പരിചയക്കാരനാണോ, അദ്ദേഹത്തിനോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടോ എന്നാണോ നോക്കുന്നത്? ആ നിയമോപദേശമല്ലേ നോക്കേണ്ടത്? ആ ഉപദേശം നിങ്ങൾ നരേന്ദ്രമോദിക്ക് എതിരായതുകൊണ്ട് പറയുന്നതാണെന്ന് പറഞ്ഞാണോ ഈ 5 ദിവസം വൈകിപ്പിച്ചത് ശ്രീ ജോർജ് കുര്യൻ? അല്ലല്ല, ആരാണ് ഈ ദുഷ്യന്തവെ ആരാണ്? ഒരു വക്കീൽ മാത്രമാണ്. നടപടിക്രമം അറിയാവുന്ന വക്കീലുമാർക്കറിയാമല്ലോ. 24 മണിക്കൂറിനുള്ളിൽ സുപ്രീം കോടതി എന്ന അറസ്റ്റ് വാറന്റും അതുപോലെ തന്നെ ഈ നമ്മുടെ പാസ്പോർട്ട് കണ്ടുകെട്ടാനുമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ആരാണ് പറഞ്ഞു കൊടുത്തത്? നിങ്ങളുടെ ഏത് വക്കീലാണ് നിങ്ങൾക്ക് ഉപദേശം തന്നത്? അങ്ങനെ 24 മണിക്കൂർ വേണ്ട, 5 ദിവസം കഴിഞ്ഞ് പോയാൽ മതി, ഈ വിജയ് മല്യ അപ്പുറത്ത് കടന്നതിന് ശേഷം എത്തിയാൽ മതി എന്ന് നിങ്ങൾക്ക് ഏത് വക്കീലാണ് പിന്നെ ഉപദേശിച്ച് തന്നത്? എൻ്റെ ലാല് ഈ രാജേഷിനെ പോലെ വെറുതെ രാഷ്ട്രീയം പറയാതെ, തറ രാഷ്ട്രീയം പറയാതെ, അത് വക്കീലുമാർ ഉപദേശം തേടുന്നത് ബാങ്കുകാർക്കല്ലേ? ബാങ്കുകാർ ഒരു ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വിച്ച് ഇട്ടതുപോലെ കോടതി ചെയ്യണം എന്ന് പറയുന്നത് എന്ത് വിഡ്ഢിതരമാണ്. ദുഷ്യന്തവയെ പോലെ, അതായത് ഒരു വക്കീൽ മാത്രമാണ്, അനേകം വക്കീലുമാരെ അവർ കൺസൾട്ട് ചെയ്ത് കാണും. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു വക്കീൽ പത്രക്കാരോട് പറയാം, ഞാൻ പറഞ്ഞതാണ് 24 മണിക്കൂറിനുള്ളിൽ പിടിക്കണമെന്ന് പറഞ്ഞതാണ്, സുപ്രീം കോടതി ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടക്കുന്നത്. ഈ രാജ്യത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? കർണാടക ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? DRT എന്താണ് പറഞ്ഞത്? അപ്പോൾ കോടതിയിൽ പോകാഞ്ഞിട്ടല്ലോ. അപ്പോൾ പരിരക്ഷയുണ്ട്, നിയമമുണ്ട്, MP ആയതിൻ്റെ പരിരക്ഷയുമുണ്ട്. ഈ DRT ഒക്കെ പറഞ്ഞ ഉത്തരവിന്റെ പുറത്ത് കോൺഗ്രസ്സുകാരാണ് മറുപടി പറയേണ്ടത്. ഡിയാഗോ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഫേമിൽ നിന്ന് കിട്ടിയ ഡോളറുകൾ കൊണ്ട് മുങ്ങാനല്ലേ ഇപ്പോൾ വിജയ് മല്യയ്ക്ക് സാധിച്ചത്? അതുപോലും പിടിച്ചെടുക്കാൻ ഈ DRTയുടെ ഉത്തരവ് പോലും പാലിക്കാൻ പോലും നിങ്ങൾക്ക് ആയില്ലല്ലോ. ആ പണവും കൂടെ കൊണ്ട് കടന്നു കളഞ്ഞില്ലേ വിജയ് മല്യ? ഞാൻ തിരിച്ചെത്താം ശ്രീ ജോർജ് കുര്യൻ. ഞാൻ പ്രൊഫസർ KV തോമസിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ MP രാജേഷ്, താങ്കളാണ് ഈ ദുഷ്യന്താവയുടെ കാര്യം പറഞ്ഞത്. ആ വക്കീലിന്റെ ഉപദേശം കേട്ടാൽ അത് നരേന്ദ്രമോദിയുടെ വിരോധി ആയതുകൊണ്ടുള്ള ഉപദേശമായി തോന്നും. അതുകൊണ്ട് മറ്റുപദേശങ്ങൾ കേട്ടു. അല്ല, ഈ ജോർജ് കുര്യൻ വക്കീല് പറഞ്ഞത് ദുഷ്യന്താവയൊക്കെ എന്തു വക്കീല്, അയാൾക്കൊക്കെ വല്ല വിവരവുമുണ്ടോ, നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ അറിയാമോ എന്നാണ്. ജോർജ് കുര്യൻ വക്കീലിനോളം വിവരമില്ല ദുഷ്യന്താവയ്ക്ക് എന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. അങ്ങനെയൊക്കെ പറയാനുള്ള അസാമാന്യമായിട്ടുള്ള ധൈര്യത്തിനും തൊലിക്കെട്ടിക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. ദുഷ്യന്താവെ ഒന്നൊരു വിവരമില്ലാത്ത വക്കീലാണെന്നാണ് പറഞ്ഞത്. ഈ നാട്ടിൽ അത്യാവശ്യം സുപ്രീം കോടതിയിൽ അഭിഭാഷകരെ കുറിച്ചൊക്കെ അറിയുന്ന, പത്രം വായിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ ദുഷ്യന്താവെ എന്താണെന്നുള്ളത്. അദ്ദേഹം നരേന്ദ്രമോദിയെ ചില സന്ദർഭങ്ങളിൽ വിമർശിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയമോപദേശം കേൾക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് SBI പോലൊരു ബാങ്ക് ഇത്രയും പ്രധാനപ്പെട്ട കാര്യത്തിൽ ദുഷ്യന്താവയുടെ നിയമോപദേശം തേടിയത്? അദ്ദേഹം അങ്ങോട്ട് സൗജന്യമായിട്ട് കൊടുത്തതല്ല. അദ്ദേഹം പറഞ്ഞു 1 മണിക്കൂർ യോഗം ചേർന്നു എന്നാണ്. ഈ ബാങ്ക് കൺസോർഷ്യത്തിന്റെ മേധാവികൾ അടങ്ങുന്ന യോഗം അദ്ദേഹം ചേർന്നു, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കണം. 1 മണിക്കൂർ ദുഷ്യന്താവയെ പോലുള്ള ഒരു അഭിഭാഷകൻ സമയം നീക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ അതിന് അദ്ദേഹം ഒരു 5-10 മിനിറ്റിന് പോലും വാങ്ങുന്ന ഒരാളാണ്. അത്തരം ഒരു അഭിഭാഷകൻ 1 മണിക്കൂർ നേരം ഇവരുടെ യോഗത്തിൽ പങ്കെടുത്ത് വിശദമായി ചർച്ച ചെയ്ത്, അല്ലാതെ ജോർജ് കുര്യൻ, ഞാൻ അദ്ദേഹത്തോടുള്ള സ്നേഹമൊക്കെ നിലനിർത്തിയിട്ട് പറയട്ടെ, ഇങ്ങനെ തറ രാഷ്ട്രീയം പറയുന്നു എന്നൊക്കെ അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞു. അല്പത്തരം പറയുന്നതിനൊരു അതിര് വേണം. അനേകം അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടൂ ഇതുപോലൊരു കാര്യത്തിൽ. അങ്ങനെ ഒരു നിയമോപദേശമാണോ തേടിയത്? ദുഷ്യന്താവെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, 28-ാം തീയതി ചേർന്ന യോഗത്തിൽ ബാങ്ക് മേധാവികൾ, ഡയറക്ടർ ബോർഡ് മെമ്പർമാരെല്ലാം പങ്കെടുത്ത യോഗത്തിൽ ചർച്ച ചെയ്ത് അവർക്ക് കൊടുത്ത നിയമോപദേശമാണ് എന്നാണ്. അല്ലാതെ പലരുടെയും വാങ്ങുന്നത് പോലെയല്ല. സഹകരണ ബാങ്ക് നാട്ടിൽ നിന്ന് ലീഗൽ ഒപ്പീനിയൻ വാങ്ങുന്ന പോലൊരു കേസല്ലല്ലോ ഇത്.
അപ്പൊ ഇത് ആ നിയമോപദേശം മറികടന്നതിന് യുക്തിസഹമായിട്ടുള്ള മറുപടി ഇല്ലെങ്കിൽ അത് മറുപടി ഇല്ല എന്ന് പറയുന്നതിന് പകരം തറ ഇപ്പൊ ആരാ പറയുന്നത്? എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ആരോപണം അവിടെ നിൽക്കട്ടെ, എനിക്കെതിരായിട്ടുള്ള ആരോപണവും ഞാൻ പറയുന്നതും ആളുകൾ വിലയിരുത്തട്ടെ. ആരാണ് ഒരു നിലവാരവുമില്ലാതെ ഈ വസ്തുതാപരമായിട്ട് ഖണ്ഡിക്കാൻ കഴിയാതെ സംസാരിക്കുന്നത് എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. ശ്രീ ജോർജ് കുര്യൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് വാരിക്കോരി കൊടുത്തതാണ് വിജയ് മല്യയ്ക്ക്, അത് ആണ് ഇപ്പോൾ തിരിച്ചു പിടിക്കേണ്ടി വന്നിരിക്കുന്നത്. അതിനകത്ത് നിയമോപദേശം എല്ലാം ചോദിച്ച് ഓരോ നടപടിക്രമങ്ങൾ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കാലതാമസമാണ്. പക്ഷെ അതിനിടയ്ക്ക് ഈ വിജയ് മല്യ അപ്പുറത്തേക്ക് കടന്നു എന്നാണ്. വിജയ് മല്യയെ പോലെ ഒരാൾ രാജ്യസഭയിലേക്ക് എത്തിയതിന് BJPയും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഉത്തരവാദിയാണ്. അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്താൻ പറ്റാതെ പോയത് ഈ സർക്കാരിൻ്റെ വലിയൊരു ഗൂഢപദ്ധതി ആയിട്ടാണോ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല? നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ കടന്നു വന്നിട്ട് 2 വർഷമായിരിക്കുന്നു. ബാങ്കുകളെ പരിശോധിക്കുന്നതും അവരെ നിയന്ത്രിക്കുന്നതും റിസർവ് ബാങ്കും ബാങ്കിങ് സെക്രട്ടറിയും ഈ ബാങ്കിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുമാണ്. ഈ അധികാരത്തിലിരിക്കുന്ന 2 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഇത് അറിയില്ലേ? ഇത് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 8 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് ആദ്യമായി ഇവരെ വിളിപ്പിക്കുന്നത്, ബാങ്കുകളുടെ ചെയർമാൻമാർ. അതിനെ തുടർന്ന് റിസർവ് ബാങ്ക് ഗവർണറെ. അന്ന് ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് നടപടി ഉണ്ടാവണം. അന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താ? ഇത്രയും വലിയ എമൗണ്ട് യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇവർക്ക് കൊടുക്കണം, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം തുക കൊടുക്കാറുണ്ട്, ആ പ്രോജക്റ്റുകളാണ് ഇതിൻ്റെ ഗ്യാരണ്ടി എന്നാണ് ബാങ്കുകൾ പറഞ്ഞത്, റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞത്. അത് വീണ്ടും ഞങ്ങൾ വിളിപ്പിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, 2 വർഷം അധികാരത്തിലിരുന്ന ഗവൺമെൻറ് ഈ വിജയ് മല്യയെ ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ ധാരാളം കോർപ്പറേറ്റ് ഹൗസസ് ഉണ്ട് ഇങ്ങനെ ഗവൺമെൻറ്റിനെ പരിചയപ്പെട്ടുള്ളത്, ബാങ്കുകളെ പറ്റി എന്ത് നടപടി ഇവരെടുക്കാൻ പോകുന്നത്? എന്ത് നടപടി ഇവരെടുത്തു? അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാ കാര്യത്തിലും ട്വിറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രധാനമന്ത്രി വിജയ് മല്യയുടെ കാര്യത്തിൽ തിരിച്ചു കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് ഫൈനാൻസ് മിനിസ്റ്റർ ഒരു ഒഴുക്ക മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ കൊണ്ടുവരും, വിജയ് മല്യയെ ഇവിടെ തിരിച്ചു കൊണ്ടുവരും, നിയമപരമായ നടപടികളെടുക്കും, ശക്തമായ നടപടികളെടുക്കുമെന്ന് പറയാൻ ഈ ഗവൺമെൻറ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ശ്രീ ജോർജ് കുര്യൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഈ വിജയ് മല്യ രക്ഷപ്പെട്ടതാണ്, കടന്നു കളഞ്ഞതാണ്? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിദേശത്തേക്ക് പോകുന്ന ആളാണല്ലോ. ഇപ്പം 2 ദിവസമേ ആയുള്ളൂ. നിങ്ങളിങ്ങനെ കടന്നു കളയാൻ വേണ്ടിയുള്ള അവസരം എല്ലാം ഉണ്ടാക്കി കൊടുത്തു എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമായതാണോ ഇപ്പോൾ രക്ഷപ്പെട്ടതാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്ക് തന്നെ പ്രസ്താവന നടത്താൻ ഇടയാക്കിയിട്ടുള്ളത്? എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരും എന്ന് എന്ത് ധൈര്യത്തിലാണ്, ഏത് നടപടി നിങ്ങൾ നടത്താൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലേ, രാജേഷ് പറഞ്ഞത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമേ ഉള്ളൂ. 29-ാം തീയതി കഴിഞ്ഞാൽ 1-ാം തീയതിയാണ്. അപ്പോൾ അതിനു മുമ്പ് ദുഷ്യന്തവെ എങ്ങനെ പിടിച്ച് കെട്ടുമാരെന്നാണ് രാജേഷ് പറയുന്നത്. അപ്പോൾ അതായാലും എല്ലാവർക്കും കേൾക്കുന്നവർക്ക് പിടികിട്ടും. ഇന്ത്യയിലെ കോടതിയുടെ നടപടിക്രമങ്ങളും ഒക്കെ അനുസരിച്ച് 1-ാം തീയതി അദ്ദേഹം പോയെന്നാണ് പറയുന്നത്. ഇനി 1-ാം തീയതി പോയതെന്ന് പറയാൻ കാരണം എന്താണെന്ന് സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന അവസരത്തിൽ ഇമെയിലിൽ മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കുന്നുള്ളൂ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ലണ്ടനിലെത്തിയിരിക്കുന്നു എന്ന വിവരം കിട്ടിയിരിക്കുന്നു എന്നുമാണ് അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ അങ്ങനെ പറയാൻ കാരണം. പിന്നെ KV തോമസ് സാറിൻ്റെയും അതുപോലെ രാജേഷിൻ്റെയും സർക്കാരുകൾ വാരിക്കോരി കൊടുത്ത അവസരത്തിൽ അത് വെറും പേഴ്സണൽ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. 7000 കോടി രൂപയെ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊടുത്തത് 5000 കോടിയും കൊടുത്തത്. അതാണല്ലോ ഈ നമ്മുടെ കോർപ്പറേറ്റുകളോടുള്ള വിരോധം എന്ന് പറയുന്നത്. ഇനി ഈ മല്ലയ്യ ഇത്രയും വലിയ കുഴപ്പക്കാരനായിരുന്നെങ്കിൽ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നുവെങ്കിൽ, ഈ ആർട്ടിക്കിൾ 102 അനുസരിച്ച് ഇങ്ങേർക്കെതിരെ രാജ്യസഭയിൽ നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നില്ലേ ഈ വിജയ് മല്യ വലിയ പ്രശ്നമാണെന്ന്? ശ്രീ ജോർജ് കുര്യൻ, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഇപ്പോൾ തോന്നുന്നുള്ളൂ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ വിജയ് മല്യ പ്രശ്നക്കാരനാണെന്നും രാജ്യത്തെ വെട്ടിച്ച് കടന്നു കളഞ്ഞതാണെന്നും നിങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പില്ലേ?